ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിന്റെ പ്ലാനുകളൊക്കെ തകർന്നിരിക്കുകയാണ്. തൻ്റെ അമ്മ, തന്നെ പ്രസവിച്ച താര എന്ന അമ്മ തനിക്ക് വേണ്ട ആഗ്രഹങ്ങൾക്കൊപ്പം തന്നെ കൂടെ നിൽക്കുമെന്നും അതുപോലെ കല്യാണിയെ കൊല്ലുമെന്നുമുള്ള ഒരു പ്രതീക്ഷയാണ് തകർന്നിരിക്കുന്നത്. കല്യാണി മരിച്ചു കിടക്കുകയാണ് എന്ന് മനസ്സിൽ കരുതി കിരണുമായിട്ട് തൻ്റെ വിവാഹം നടക്കുന്നതായിട്ടുള്ള പകൽ സ്വപ്നങ്ങളൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു സരയു. ആ സമയത്താണ് അവിടേക്ക് കിരണും കല്യാണിയും വരുന്നത്. ജീവനോടെ വരുന്ന കല്യാണിയെ കണ്ട് ആകെ പകച്ചു പോവുകയാണ്, ഞെട്ടി നിൽക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കി താര അമ്മ, ഞാൻ പറഞ്ഞതുപോലെ അവരൊന്നും ചെയ്തില്ല, അവരെ ഞാൻ ഇന്നുണ്ടല്ലോ, ഇനി ഒരിക്കലും അവർ ജീവിച്ചിരിക്കേണ്ട. പിന്നെ തന്നെയല്ല, എന്നെ ചതിച്ച അവർ ഇനിയിപ്പോൾ ഞാനാണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് കിരണോടും കല്യാണിയോടും പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇനി അവരുടെ നാവ് ചലിക്കില്ല, അല്ല നാവല്ലെങ്കിലും ചലിക്കില്ല. ഇനി എന്തായാലും അവർ എഴുതി കാണിക്കാൻ അവരെ കൈകൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിയോട് പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്, താരയുടെ വീട്ടിലേക്ക്. പക്ഷേ താര അപ്പോഴേക്കും അവിടെ നിന്ന് നാട് വിട്ടിട്ടുണ്ടായിരിക്കും. തന്നെയല്ല, അവളെ കത്തിൽ എഴുതിയിട്ടുള്ളത് സരയുനുള്ള ഒരു കത്ത് തന്നെയാണത്. അങ്ങനെ ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, സരയുമോളെ, എനിക്ക് കല്യാണിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് നീ മോളെ പോലെ തന്നെയാണ് കല്യാണി മോളും, എൻ്റെ മകള് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മോളെ എന്നോട് ക്ഷമിക്കണം. പിന്നെ കല്യാണി മോള് നീയൊന്നും ചെയ്യരുത്. അതൊരു പാവം പിടിച്ച കുട്ടിയാണ്. അവരുള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. എന്തിനാണ് ഈ പാപങ്ങളൊക്കെ ചെയ്യുന്നത്? ഇനി എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മകൾക്കും ചെറുമകൾക്കൊക്കെ ഒപ്പം താമസിക്കണം എന്നതായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ്, എന്നെ അന്വേഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതൊക്കെ ചെന്ന് നമ്മുടെ ആ കത്തോടുകൂടി ആകെ പ്രാന്തളകി ആ കത്തോടുകൂടി ശാരിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശാരി അത് വായിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മോളെ, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ആ കൊലയാളിക്ക് വാതിൽ തുറന്നു കൊടുത്താൽ പോലെ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ സരയു ഇനിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനി ആരെയും ഏൽപ്പിക്കുന്നില്ല, ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അവർ പൈസയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്നവരാണ്. ആരെയും ഏൽപ്പിക്കില്ല. ഇനി സ്വയം അവളെ തീർക്കണം. അതിന് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് എനിക്ക് കിരണെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവൾ മരിക്കണം കല്യാണി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി അവളുടെ കൊല്ലാനുള്ള പ്ലാനുകളൊക്കെ മനസ്സിലിട്ട് നടക്കുമ്പോഴാണ് അതിനിടയിൽ വലിയൊരു കാര്യം നടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മനോഹറിന് വേണ്ടിയിട്ട് പരോളിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രസേനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് മനോഹറിന് പരോള് കിട്ടുകയാണ്. എന്തായാലും മനോഹർ വലിയ സന്തോഷത്തോടു കൂടി തന്നെ ഈ പറയുന്ന ഇവൻ്റെ അരികിലേക്ക്, പ്രകാശിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളെ, എനിക്ക് പരോള് കിട്ടിയെന്ന് പറയുകയാണ്. നീ ഭാഗ്യവാനാടാ, നീ ചെല്ലടാ, ചെന്ന് നിന്റെ ഭാര്യയ്ക്കും മകൾക്കും അപ്പം സന്തോഷത്തോടു കൂടി നീ ജീവിക്കടാ. എന്തായാലും മക്കളെ നല്ല രീതിയിൽ വളർത്തണം. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കാതെ അവർ അത് തിരുത്തി നല്ല മക്കളായി വളർത്തുന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് വയസ്സാം കാലത്ത് നമുക്ക് കൂട്ടായിട്ട് അവരെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും താരയെ കാണുന്നില്ല എന്ന കാര്യം ഈ ചന്ദ്രസേനനും രൂപയും കല്യാണിയും കിരണും ഒക്കെ ഒരു ഞെട്ടലോട് കൂടി തന്നെയാണ് അറിയുന്നത്. സരയുനോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ ആൻറ്റി പോയതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല, ഞാനിവിടെ അമ്മയുടെ അരികിലല്ലേ ആയിരുന്നത് ആശുപത്രിയിൽ. അപ്പം കത്തൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഒന്നും അറിയില്ല, അമ്മയെ കാണാനില്ല, അമ്മയ്ക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടും, ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ വിഷമങ്ങൾ മനസ്സിലുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതുകൊണ്ട് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ സരയി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിരൺ പറയാണ്, എന്തായാലും ആൻറ്റി പോയിടത്തുനിന്ന് എന്തായാലും കണ്ടുപിടിക്കണം ഉടനെ തന്നെ ആൻറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സാരി ഞെട്ടിപ്പോവുകയാണ്. അതുപോലെ തന്നെ കിരൺ പറയുന്നത്, ആ വിക്രത്തിന്റെ കൂട്ടുകാരൻ പയസാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കല്യാണിയെ കൊല്ലാൻ നോക്കിയത്. അവനെ ഉടനെ തന്നെ എൻ്റെ കൈ കിട്ടും. അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പിന്നിൽ ആരാണെന്നുള്ള സത്യം ഞാൻ തുറന്ന് പറയിപ്പിക്കും. അതിന് ശേഷം അവർക്കുള്ള ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സരവി പേടിച്ച് നിൽക്കുകയാണ്. എന്തായാലും അവര് താരയ്ക്കുള്ള അന്വേഷണത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന പയസിനുള്ള അന്വേഷണത്തിലൊക്കെ തന്നെയാണ് കിരൺ. ഇടയ്ക്കിടയ്ക്ക് രതീഷ് സരയുനെയും സരയുവിൻ്റെ വളർത്തമ്മയായ ശാരിയെയും കുറിച്ചിട്ട് സംശയങ്ങൾ പറയുമ്പോഴും അതൊക്കെ തട്ടിക്കളയുകയാണ്. നമ്മുടെ രതീഷിന് ഭ്രാന്താണ്, രതീഷിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അതിങ്ങനെയൊക്കെ പറയുന്നൊക്കെ പറഞ്ഞാൽ അവനെ ശരിക്കും ഒരു മണ്ടനാക്കി മാറ്റുകയാണ് ഈ പറയുന്ന കിരണും കല്യാണിയും എല്ലാം. എന്തായാലും നമ്മുടെ മനോഹർ പരോളിൽ ഇറങ്ങുകയാണ്. പരോളിൽ ഇറങ്ങിയിട്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് സരയുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം എന്തായാലും കിരണും കല്യാണിയൊക്കെ പറയുന്നുണ്ട്, ഇനി നീ എവിടെയും താമസിക്കേണ്ട, അവിടെ എന്തായാലും താരയാൻറ്റി ഇല്ല, സരയുവിൻ്റെ ഒപ്പം നിനക്ക് താമസിക്കാം എന്ന് പറയുകയാണ്.
അങ്ങനെ എന്തായാലും സരയു അതൊരു പക്ഷേ സമ്മതിക്കില്ല. എന്തായാലും അവളുടെ അരികിലേക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടി മനോഹർ വരുന്നുണ്ട്. അപ്പോൾ മനോഹർ സരയു വലിയ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി തന്നെ ദേഷ്യമൊന്നും പുറത്ത് കാണിക്കാതെ അവനെ അങ്ങ് സ്വീകരിക്കുകയാണ് അകത്തോട്ട്. അങ്ങനെ കുഞ്ഞിനെയൊക്കെ എടുത്ത് ലാളിക്കൊക്കെ ചെയ്യുന്നുണ്ട് മനോഹർ വീണ്ടും ഇതുപോലെ തന്നെ താൻ ചെയ്ത ഓരോ തെറ്റുകളും വിളിച്ച് ഇങ്ങനെ പറയുകയാണ്. അതിനൊക്കെ മാപ്പ് നമ്മുടെ സരയുനോട് ചോദിക്കുന്നുണ്ട്. സരയു, നീയല്ല മറ്റൊരു പെണ്ണാണെങ്കിൽ എന്നെ ഇങ്ങനെ ഈ വീട്ടിലോട്ട് പോലും കേട്ടില്ല. എന്തായാലും നിന്റെ മാറ്റം എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് അത്ഭുതമാണ് നിന്റെ മാറ്റം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും മനുവേട്ടൻ നിങ്ങൾ വാ, എന്തായാലും എനിക്ക് നിങ്ങളോട് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടല്ല, എന്നാലും വാ എന്നും പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മുടെ മനോഹറിന് കൊടുക്കുകയാണ്. അങ്ങനെ മനോഹർ വലിയ കണ്ണീരോട് കൂടി തന്നെയാണ്, നല്ല ആ മനസ്സിൽ നല്ല സന്തോഷം, ആനന്ദ കണ്ണീർ അങ്ങനെയൊക്കെ പറയില്ല, അതുപോലെയാണ് ആ ഒരു ഭക്ഷണം കഴിക്കുന്നത്. അവൾ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നത്. തൊട്ടരികിൽ അവൾ ഇരിക്കുന്നുണ്ട്. മനോഹർ അപ്പുറത്തിരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ അതിങ്ങനെ കഴിക്കണ സമയത്തും സരയു ആണെങ്കിൽ കണ്ണു തുറപ്പിച്ച് അവനെങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് അവൻ എഴുന്നേറ്റ് കൈയൊക്കെ കഴുകിയതിന് ശേഷം അവനെന്തോ നെഞ്ചിലെന്തോ വല്ലാത്തൊരു പ്രയാസം പോലെ അവനങ്ങനെ നെഞ്ചി ഇങ്ങനെ തടഞ്ഞു പിടിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ സരയുവിൻ്റെ അരികിലേക്ക്, സരയുൻ്റെ നെഞ്ചിലോട്ടാണ് വീഴാൻ പോകുന്നത്. സരയു ആണെങ്കിൽ അവനെ തട്ടി മാറ്റിയിടുകയാണ്. അവളെ അരികിലേക്ക് വരുമ്പോൾ ആ സോഫയിലേക്ക് തട്ടിയിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനോഹർ ആ സോഫയിലേക്ക് വീഴുകയാണ്. അപ്പോൾ അവിടെ കിടന്ന് നെഞ്ച് വേദന കൊണ്ട് പിടയുകയാണ് ഈ പറയുന്ന മനോഹർ. പക്ഷേ അപ്പോൾ അവളുടെ ആ ഒരു മുഖഭാവം മാറുകയാണ് ഈ സരയുൻ്റെ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താടാ വിചാരിച്ചത്? പരോളിറങ്ങി എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഒപ്പം നിനക്ക് സുഖമായി ജീവിക്കാമെന്നോ? നീയെ ആള് തെറ്റിയിടാൻ നിനക്ക്, നീ അവിടെ കിടന്ന് മരിക്കും, നീ കഴിച്ച ഭക്ഷണത്തിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ മനോഹറിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരികയാണ്. അവനെ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു പക്ഷേ മനോഹറിന്റെ ജീവൻ വെടിയാനുള്ള സാധ്യതയ്ക്കുണ്ട്. അപ്പോഴും സരയു കൈമലർത്തും. കിരണും കല്യാണിയൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല എന്താ പറ്റിയതെന്ന് എന്നൊക്കെ പറഞ്ഞങ്ങനെ അവള് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയു ഇനിയാണ് സരയു കല്യാണിയെ കൊല്ലാനുള്ള ആ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഇടുന്നത്. ഒറ്റയ്ക്ക് വേണ്ടി നേരിടുന്നുണ്ട് എല്ലാതും. പക്ഷെ അപ്പോഴേക്കും പയസിനെ കിരൺ കണ്ടെത്തുന്നുണ്ട്, അതുപോലെ തന്നെ താരയെയും കണ്ടെത്തുന്നുണ്ട്. സത്യങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരികയാണ്. കിരണ് വിശ്വസിക്കാനാകുന്നില്ല സരയുവിൻ്റെ ഈ ഒരു സ്വഭാവം. എന്തായാലും നമ്മുടെ സരയുവിനെ അടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ സരയുവിനെ പ്രാന്തലകി വീണ്ടും പ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ഈ കൺമണി മോളെ അത് കല്യാണിയുടെ സ്വന്തം മോളെ പോലെ തന്നെ കല്യാണി വളർത്തുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.